ജനപ്രിയന് ജാമ്യമില്ല. ഇന്ന് രാവിലെ 10:15 ദിലീപിന് ജാമ്യമില്ല. 12 പേജുള്ള വിധിന്യായം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യമില്ലെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഇനി എന്ത് എന്നത് തന്നെയാണ് വലിയ ചോദ്യം. ദിലീപും കൂട്ടരും വാദിച്ച വിവരങ്ങൾക്കപ്പുറത്തേക്ക് കേസിന്റെ വസ്തുതകൾ കോടതിയിൽ സംസാരിച്ചോ? ദിലീപിനെതിരായ 19 ശാസ്ത്രീയ തെളിവുകൾ അങ്കമാലി കോടതി പരിഗണിച്ചത് ഹൈക്കോടതിയും അംഗീകരിച്ചതോടെ കേസിലെ ദിലീപിന്റെ സാന്നിധ്യം കൂടുതൽ പരുങ്ങലിലാണ്. അപ്പുണ്ണി ഒളിവിൽ പോയതെന്തിനെന്ന് ദിലീപിലേക്ക് തന്നെയാണ് ചോദ്യമെത്തുന്നത്. പാവങ്ങൾക്ക് കിട്ടേണ്ട ഭൂമി ദിലീപ് കൈവശം വെച്ചിട്ടുണ്ടോ? ഭൂപരിധി ലംഘിച്ചിട്ടുണ്ടോ? സിനിമയിൽ മാത്രം ഓടി നടന്ന് സമ്പാദിച്ചതാണ് ദിലീപിന്റെ ഈ സ്വത്തുക്കളെന്ന് വിശ്വസിക്കാനാകുമോ? അങ്ങനെയെങ്കിൽ സിനിമയുടെ മറവിൽ ദിലീപ് നടത്തിയത് എന്തൊക്കെയെന്നുകൂടി പരിശോധിക്കുന്നതിൽ ഈ ഘട്ടത്തിൽ തെറ്റുണ്ടോ? ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന PC ജോർജിന്റെ വാദങ്ങൾക്ക് ഇനി കഴമ്പെത്ര? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. മമ്മി സെഞ്ചുറി, പല്ലിശ്ശേരി, ഒപ്പം അഡ്വക്കേറ്റ് അജകുമാർ, ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് പ്രിജി, ശാന്തിവിള ദിനേശൻ, നടൻ ബാബുരാജ്, PC ജോർജ്, ഹിമാശങ്കർ എന്നിവർക്കൊപ്പം ശ്രീ ഭാസുരേന്ദ്ര ബാബുവും നമ്മുടെ ചർച്ചയിൽ സജീവമായി ചേരും. ശാന്തിവിള ദിനേശനും ഉണ്ട് നമ്മോടൊപ്പം ചർച്ചയിൽ. തീർച്ചയായും വിശദമായ ചർച്ച 9 മണി വരെയാണ് നീളുക. അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. സിനിമയല്ല ജീവിതം എന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങളാണോ ഇന്ന് കേരളം കണ്ടത്? ജനപ്രിയൻ ജയിലിൽ തന്നെ തുടരുമ്പോൾ ജനപ്രിയന് ജാമ്യമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും സിനിമാ മേഖലയിൽ നിന്നുള്ള അതിൻ്റെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർക്കായി അതിൻ്റെ നിയമവശം നമുക്ക് പരിശോധിക്കാം. അഡ്വക്കേറ്റ് അജകുമാർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ അജകുമാർ, ഇന്ന് ദിലീപിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അതേ സംബന്ധിച്ച് കോടതി പറഞ്ഞ, ഹൈക്കോടതി നിരീക്ഷിച്ച അതിൻ്റെ നിരീക്ഷണങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇനി എന്തൊക്കെ സാധ്യതകളാണ് നിയമപരമായി ദിലീപിനും ദിലീപിൻ്റെ അഭിഭാഷകന് മുന്നിലുമുള്ളത്? ഈ വിധിക്ക് എതിരെ സുപ്രീം കോടതിയിൽ അവർക്ക് സ്പെഷ്യൽ ലീവ് അപ്പീൽ കൊടുക്കാം, ക്രിമിനൽ അപ്പീൽ കൊടുക്കാം. അല്ല എങ്കിൽ ഇനി ഒരു ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസ് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ ഒരിക്കൽ കൂടി ജാമ്യം മൂവ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്തുള്ള കാര്യങ്ങളിൽ കൂടുതലായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് ഇനി ജയിലിൽ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വാദം പെറ്റീഷണർക്ക് ഉയർത്താനും അത് കോടതി അംഗീകരിക്കുകയുമാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാം 90 ദിവസത്തിനകത്ത്. ഈ 90 ദിവസത്തിനകത്ത് ചാർജ് വന്നു കഴിഞ്ഞാൽ കുറ്റപത്രം കൊടുത്താലോ? 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് ബെയിൽ ആ കാര്യത്തിൽ ഇല്ല. പിന്നെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് 439 അൺലിമിറ്റഡ് ജൂറിസ്ഡിക്ഷനാണ്, അതനുസരിച്ച് ഹൈക്കോടതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. പക്ഷേ റൈറ്റ് ഓഫ് ബെയിൽ ഇല്ല. 90 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും ഗൂഢാലോചന നടന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഹൈക്കോടതി ഇന്ന് അടിവരയിടുന്നു. അതായത് മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനപ്പുറത്തേക്കുള്ള കൺവിൻസിംഗ് ആയ തെളിവുകൾ, മാധ്യമങ്ങൾ പ്രചരിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള കൺവിൻസിംഗ് ആയ തെളിവുകൾ പോലീസ് കോടതിക്ക് നൽകിയിട്ടുണ്ട്, കോടതിക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് സാധാരണക്കാരന് വായിച്ചെടുക്കാമോ അജകുമാർ? ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ദിലീപ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കേസ് ഡയറിയിൽ കണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തി. എന്നാൽ വളരെ നിർണായകമായ പല കാര്യങ്ങളും ഇതിൽ കൂടുതൽ CD-യിൽ കാണാം. പക്ഷേ അവയൊന്നും തന്നെ ജഡ്ജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. ഈ അവസരത്തിൽ കോടതി എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, CD ഇവാലുവേറ്റ് ചെയ്യേണ്ടത് പ്രതിക്കെതിരെ പ്രതി കുറ്റം ചെയ്തതായി സംശയിക്കത്തക്ക സാഹചര്യത്തിന് ഉപോത്ബലകമായ കാര്യങ്ങൾ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ടോ, അതിനുള്ള എവിഡൻസ് ഉണ്ടോ, അതിൽ കൂടുതൽ ഈ തെളിവ് വിശ്വസനീയമാണോ, ഈ തെളിവിന് കൗണ്ടർ എവിഡൻസ് ഉണ്ടോ, ഇതെങ്ങനെ ശരിയാവും എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി പരിഗണിക്കുകയില്ല. അതുകൊണ്ട്
ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സെൽഫ് സുനിൽ റെസ്ട്രെയിൻറ്റ് തോമസ്. പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം ഭംഗിയും ജുഡീഷ്യസുമായ ഒരു ഓർഡർ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജോർജ് ജോസഫ്, അതായത് കേസ് ഡയറി, അതായത് അങ്കമാലി കോടതിയും ഇതുപോലെ കേസ് ഡയറി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ കേസിൻ്റെ നാൾ വഴികൾ എന്ന് തന്നെ പറയാം. കേസ് ഡയറി പരിശോധിക്കുന്നു. അതായത് കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും. അത് താങ്കൾക്ക് വളരെ വ്യക്തമായി പറയാനുമാകും. ആ കേസ് ഡയറി അങ്കമാലി കോടതി പരിഗണിച്ചതുപോലെ തന്നെയാണ് ഹൈക്കോടതിയും പരിഗണിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ജാമ്യമില്ലെന്ന് പറയുന്നത്. ഇത്രയേറെ ഗൗരവമായ കുറ്റമായതുകൊണ്ട് അത് സ്വാഭാവികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജാമ്യം ഒഴിവാക്കുന്നത് എന്ന വാദഗതിക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തി ഉണ്ടോ ജോർജ് ജോസഫ്? അതെ, അദ്ദേഹത്തിൻ്റെ അജകുമാർ പറഞ്ഞ പോലെ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയ ഒരു ജഡ്ജ്മെൻ്റാണ് ജസ്റ്റിസ് സുനിൽ തോമസ് അദ്ദേഹത്തിൻ്റെ. ഞാനത് 2-3 ആവർത്തി വായിച്ചു. ഒരു ബെയിലിന് ഒരു ഗ്രാൻഡ് ചെയ്യാതെ ഇരുന്ന ഒരു ജഡ്ജ്മെൻ്റാണ്. അദ്ദേഹം എന്തെല്ലാം അതിനകത്ത് പഠിച്ചിരിക്കുന്നു. ആ കേസ് ഡയറി പ്രതിയുടെയും വാദിയുടെയും വാദഗതികൾ മുഴുവൻ നോക്കി അദ്ദേഹം ആ കേസ് ഡയറി 3 ഓളിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുഴുവൻ അദ്ദേഹം പഠിച്ചിരിക്കുന്നു. അപ്പോൾ അത് 5 ഓളിയോ അത് എന്നാൽ 5 ഓളിയുണ്ട്, ശരി. അപ്പോൾ അത് അദ്ദേഹം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ചത്, ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കളക്ട് ചെയ്ത എവിഡൻസസ്, അറസ്റ്റ് ചെയ്ത ശേഷം വന്ന് ചേർന്ന എവിഡൻസസ്, ഇത് രണ്ടും അദ്ദേഹം വിശകലനം ചെയ്തു. ഒരു അറസ്റ്റ് പോലീസ് നടത്തിയത് വളരെ വ്യഗ്രതയോടുകൂടി എടുത്തുചാടി ചെയ്തതാണോ, അതിന് അടിസ്ഥാനപരമായ എവിഡൻസസ് കേസ് ഡയറിയിലും ഉണ്ടോ എന്ന് അദ്ദേഹം കൃത്യമായി പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് അത് പറയുന്നുണ്ട്. അത് അറസ്റ്റിന് മുമ്പും അതിന് ശേഷമുള്ള ജഡ്ജ്മെൻറ്റ് അദ്ദേഹം അതിനുശേഷമുള്ള എവിഡൻസസ് അദ്ദേഹം നന്നായി പരിശോധിച്ചിരിക്കുന്നു. അദ്ദേഹം സമാനതകളില്ലാത്ത അതിക്രൂരമായ നിഷ്ഠൂരമായ ഒരു ക്രൈം തന്നെയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പ്രൈമ ഫേസിയ കേസുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അത് അപ്പുണ്ണി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രതി ഒളിവിലാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതും അദ്ദേഹത്തിന് മനസ്സിലായി, അപ്പുണ്ണി ഒളിവിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 തൊണ്ടി സാധനം കിട്ടാനുണ്ട്. അത് ഒരു വക്കീലിൻ്റെ സഹകരണത്തോടെ മാത്രമേ അത് എടുക്കാൻ ഒക്കുള്ളൂ. വക്കീൽ ഇപ്പം പോലീസിനോട് സഹകരിക്കണമെന്നാണ് ഞാൻ പറയണത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇത് കൊടുക്കാതിരിക്കുന്നത്, കാരണം പോലീസിൻ്റെ നിഗമനം പൾസർ സുനി പറയണതനുസരിച്ചാണെങ്കിൽ അല്ലാതെയും വക്കീലിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും വീഡിയോ ക്ലിപ്പിങ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലല്ല, അത് വേറെ. അതൊക്കെ സാറിന് എല്ലാവരും പറയും, കള്ളന്മാരൊക്കെ പറയുന്ന വാക്കാണ്, നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ അതല്ല. എന്നിട്ട് ആ വക്കീലിനെതിരെ പറയട്ടെ, ഞാൻ അതാ പറയുന്നത്. ആ വക്കീല് അത് കൊടുക്കുന്നതാണ് ബുദ്ധി എന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഒരു 182 ഒരു ചെറിയ സെക്ഷന്റെ ഒഫൻസ് മാത്രമേ ഇപ്പം വരാൻ സാധ്യതയുള്ളൂ. ഇനി പോലീസ് കുറച്ചുകൂടെ പ്രൂവ് ചെയ്യും. 120B അദ്ദേഹം കയറുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം പോലീസിന് തൊണ്ടി സാധനം കൊടുക്കുക, എൻ്റെ സ്നേഹബുദ്ധിയുള്ള ഉപദേശം അതാണ്. ദയവായിട്ട് അത് കൊടുക്കുക. ഇനി ഇതിനകത്തൊരു റിസ്ക് കൂടിയുണ്ട്. ഈ സംവിധാനം കൊടുത്തില്ലെന്ന് വിചാരിച്ചോളൂ, കേസിന് ആവശ്യമുള്ള എവിഡൻസും വന്നിട്ടുണ്ട്. പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കും. 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കും. വളരെ 3-4 ദിവസം കൊണ്ട് നമുക്ക് 4-5 അറസ്റ്റ് വളരെ ക്വിക്കായിട്ടുണ്ടാവും ഈ കേസിലേക്ക്. അതിനുശേഷം ചാർജ് കൊടുത്താലും 173(8) ഇനി ഓപ്പൺ ചെയ്യാം. ഇപ്പം ഇനി ഈ കേസ് തീർന്നാലും അല്ലേ, ആൾവേസ് ഓപ്പൺ, എപ്പം വേണമെങ്കിലും ഇനി ഓപ്പൺ ചെയ്യും. ഇത് ചാർജ് കൊടുത്താലും വീണ്ടും ഓപ്പൺ ചെയ്യും, തൊണ്ടി സാധനത്തിന് വേണ്ടി മാത്രം. അത് മനസ്സിലാക്കണം ആ വക്കീല്. അതുകൊണ്ടാണ് സഹകരിക്കണമെന്ന് ഞാൻ പറയണത്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം തൊണ്ടി കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് പോലീസിന് സഹകരിക്കുക. അദ്ദേഹത്തിന് ആ ഒരു ചെറിയൊരു, അദ്ദേഹം ആലുവ കോടതിയിലെത്തിയല്ലോ, ആലുവ പോലീസ് ക്ലബിലെത്തിയല്ലോ, അദ്ദേഹത്തെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തല്ലോ, അദ്ദേഹം ഇത് കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ശ്രീ അജകുമാർ അത് തെളിവ് നശിപ്പിക്കലല്ലേ? അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ. പക്ഷേ എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലല്ലോ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തില്ല. 201 എന്ന് പറയുന്ന ഒരു ഒഫൻസ് ബെയിലബിൾ ആണ്. ജാമ്യം കൊടുത്ത് വിട്ടു. നിയമത്തിൽ നമ്മൾ CRPC അത് ബെയിലബിൾ ആക്കിയിരിക്കുന്നു. അപ്പൊ പോലീസിന് ജാമ്യം കൊടുത്തു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കാതെ കോടതി ക്ലോസ് ചെയ്തത്. അല്ല, എൻ്റെ സംശയം അതല്ല, സാധാരണക്കാർക്കുണ്ടാവുന്ന സംശയമാണ്. അതായത് ദിലീപ് പുറത്തിറങ്ങിയാൽ കോടതി ഭയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഭയപ്പെടുന്നത് എന്തൊക്കെയാണോ ആ മാനങ്ങളൊക്കെ കയ്യിൽ തെളിവുകളായുള്ള അഡ്വക്കേറ്റിൻ്റെ കാര്യത്തിലും ബാധകമല്ലേ? കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് നോൺ ബെയിലബിളായ ഒരു ആക്ഷൻ വക്കീലിനെതിരെ എടുത്തില്ല? അത് വീഴ്ചയാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മൊഴി, അദ്ദേഹത്തിന്റെ ജൂനിയറെ ഇത് ഏൽപ്പിച്ചു, അയാൾ കത്തിച്ചു കളഞ്ഞു എന്ന് അയാളുടെ ഇപ്പോഴത്തെ വേർഷൻ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക,
നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി തന്ത്രപൂർവ്വമായി അത് ഇപ്പോൾ വിശ്വസിച്ചതായിട്ട് നടിച്ചിരിക്കുകയാണ്. അയാൾ അദ്ദേഹത്തെ വിട്ടു. ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്രൊഫഷണലായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ക്രൈമാണ്. ഒരു വക്കീലിനെ പോലും ചിലപ്പോൾ അദ്ദേഹം നിരപരാധിയായിരിക്കാം, ഒരു ഫോൺ വാങ്ങിച്ച് വയ്ക്ക് എന്ന് പറഞ്ഞതായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ സ്കീമിങ് എന്ന് പറയുന്നത് ആവശ്യത്തിലൊരു വക്കീലിനെ അവിടെ പ്രതിച്ചോ നാച്ചുറലി പോലീസിനെ ഒന്ന് ഒഫൻഡ് ചെയ്യാൻ പറ്റും, പോലീസിനെ കുറച്ചുകൂടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും വക്കീൽ എന്നുള്ള ഒരു നാമധേയത്തിൽ അദ്ദേഹത്തെ ഇതെഴുപ്പിച്ചു. നിങ്ങൾ ഏറ്റവും കാര്യമായിട്ട് മനസ്സിലാക്കി ഇത് കത്തിച്ച് കളഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാര്യം എന്താ പറയട്ടെ, 1,50,00,000 രൂപ വിലയുള്ള മുതല അതിൻ്റെ അകത്തിരിക്കണം. ദിലീപിൻ ആണെങ്കിൽ ഈ ആരോപണം ശരിയാണെങ്കിൽ 1,50,00,000 രൂപ വില മതിപ്പുള്ള ഒരു സാധനമാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇത് ഒന്ന് കത്തിച്ച് കളയാനുള്ള സാധ്യത തുലവും കുറവാണ്. ഇത് എവിടെയോ ആരുടെ കയ്യിലോ ഇരിപ്പുണ്ട്, അവിടേക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പതുക്കെ ചെല്ലും. അപ്പോൾ ഇവരുടെ എല്ലാം റോളും രൂപവും മാറും. അതായത് നിങ്ങൾ പോലീസുകാർ, താങ്കൾ ഒരു പഴയ പോലീസുകാരനാണല്ലോ, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, അതായത് ഈ അഡ്വക്കേറ്റിനെ ഇങ്ങനെ വിടുക എന്ന് പറയുന്നതിൽ സാങ്കത്യം എന്താണ്? ശ്രീ അജയ്കുമാർ സൂചിപ്പിച്ചതുപോലെ അല്ല, അഡ്വക്കേറ്റിന് ഞാൻ ഒരു കാര്യം പറയാം, അതൊരു പ്രൊഫഷണൽ നീക്കമാണ്. മാസ്റ്റർ ബ്രെയിൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ദിലീപിനെ ആയിരിക്കും, അത് മനസ്സിലായി. പക്ഷെ അതൊരു പ്രൊഫഷണൽ നീക്കമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ശരിയാണ്. അതായത് ഇനി അദ്ദേഹം പുറത്തു പോയി കോണ്ടാക്റ്റുകൾ അതിലേക്ക് എത്തും, അതുവഴി പോലീസിനെ ട്രേസ് ചെയ്യാൻ, അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ഞാൻ ഈ മെറ്റിക്കുലസ് ആയിട്ട് ഒരു കേസ്, വളരെ സമാനതകളില്ലാത്തൊരു കേസെന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു രീതിയിലുള്ള വളരെയധികം കൂർമ്മ ബുദ്ധിയോടുകൂടി ഓപ്പറേറ്റ് ചെയ്ത ഒരു കേസാണിത്. അതിനപ്പുറം പോലീസ് ബുദ്ധി കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് വളരെ ഈ രീതിയിലുള്ള ബുദ്ധികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണത് അതല്ല, ഇതിനകത്ത് ദിലീപിൻ്റെ ഒരു സ്നേഹമുള്ളവർ ഇത് കൈവശം വെച്ചിരിക്കുന്നവരാരായാലും ശരി, ഇതിൻ്റെ ചില പ്രിന്റുകൾ വെളിയിൽ പോയിട്ടുണ്ട്. അത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇതെന്നും ഒരു ത്രെട്ടാണ് ഈ സാധനം. അതുകൊണ്ട് ദയവായി ഇത് ആരുടെയൊക്കെ കയ്യിലുണ്ട്, എത്ര പ്രിന്റ് ഉണ്ടോ, കുറെ ആൾക്കാർ വെളിയിൽ പോയിട്ടുണ്ട് ഈ സാധനം, അത് ദയവായി പോലീസിനെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ അവർക്ക് വലിയ പാര വരും. ഇനി ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് ദിലീപിനോട് സ്നേഹമുള്ളവർ എന്നാണ് അടിവരയിട്ട് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും മുള്ളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നില്ല. തീർച്ചയായും ശാന്തിവിള ദിനേശൻ താങ്കളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് ദിലീപിനോട് സ്നേഹമുള്ളവർ എന്ന് പറയുന്നതിലേക്ക് താങ്കൾ മറുപടി പറഞ്ഞോളൂ. പക്ഷെ എനിക്കറിയേണ്ടത് ഇതാണ്, ആദ്യഘട്ടത്തിൽ ദിലീപിന് അനുകൂലമായോ പ്രതികൂലമായോ അല്ലാതെ ബാലൻസ്ഡ് ആയ ഒരു ചിന്ത കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ദിലീപിൻ്റെ ന്യായീകരണങ്ങൾ നിരത്തിയിരുന്നത്. അത് സ്വാഭാവികമായിരുന്നു. കാരണം ഒരു പ്രജുഡിസായ മുൻവിധിയോടുകൂടിയുള്ള ഒരു പ്രതിയെ കണ്ടുപിടിക്കുന്ന രീതി പണ്ടും കേരളത്തിൽ അനാരോഗ്യമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി നീതി നിഷേധിക്കപ്പെടുക, യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നത് വഴി നീതി നിഷേധിക്കപ്പെടുക ആ ഇരയായ പെൺകുട്ടിക്കാണ്. ആ ജാഗ്രതയിലും ദിലീപ് നിരപരാധിയാണെങ്കിലോ എന്ന ആ പൗരൻ്റെ മനുഷ്യാവകാശ ചിന്തയിലുമാണ് ദിലീപിനെ ആദ്യഘട്ടത്തിൽ വളരെ ബാലൻസ്ഡ് ആയ ചിന്തയുടെ ഭാഗമായി പലതരത്തിലും ന്യായങ്ങൾ നിരത്തിയിരുന്നത്. ഒരു പക്ഷേ ശാന്തിവിള ദിനേശനുമൊക്കെ അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ കാലം മാറിയിരിക്കുന്നു എന്ന് പറയാറായോ ഇന്ന് ഹൈക്കോടതിയുടെ ഈ നിലപാടോടുകൂടി? പറയാനുള്ളത്, പണ്ട് ഓടാൻ ആരോഗ്യമില്ലാത്തൊരു SI കള്ളൻ അലുവ തരാമെന്ന് പറഞ്ഞ് പിടിച്ചൊരു കഥയുണ്ട്. അതുപോലെ ഇവിടെ ഈ കണ്ടക്ടർക്ക് ടിക്കറ്റ് അടിക്കുന്ന പോലെ വക്കീലിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന അത്രയും ബുദ്ധി എനിക്കില്ല. എന്തായാലും ഈ ചുമത്തിയിരിക്കുന്ന കേസ് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കേസിൽ അതിൻ്റെ പ്രതികളെ പിടിച്ച കൂട്ടത്തിൽ നമ്മുടെ കോഴിക്കോട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന മോഹനൻ മാഷും ഗൂഢാലോചന കുറ്റത്തിനകത്തായ ആളാണ്. അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ ഏതാണ്ട് 80 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അത് ഈ നിയമത്തിൻ്റെ ഒരു കുരുക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും കരുതുന്നത് ഈ ചോദ്യം ചെയ്ത വക്കീൽ സിം കാർഡ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ദിലീപിനെ രക്ഷപ്പെടാമായിരുന്നു എന്ന് പറയുന്ന വങ്കത്തനമൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ദിലീപിനെ പൂർണ്ണമായും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ണികൾ ഇപ്പോഴും മുറിഞ്ഞു കിടക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതായത് അതിനൊരു യുക്തി വേണ്ടേ? പ്രേക്ഷകരുടെ മുമ്പിൽ താങ്കൾക്ക് പറയാം തീർച്ചയായും ആ യുക്തികൾ. അതായത് ഒന്ന്,
നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഈ പറയുന്നത് പോലെ PC ജോർജ് അടക്കമുള്ളവ ആരോപിക്കുന്നത് പോലെ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചന എന്നൊക്കെ ആരോപിക്കുന്നത് പോലെ പോലീസ് സംവിധാനത്തിന് മേൽ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ നമ്മുടെ ജുഡീഷ്യറി അങ്ങനെയല്ലല്ലോ. നോക്കൂ, അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ കണ്ടെത്തിയ അതേ കാരണങ്ങൾ കേസ് ഡയറി അടക്കം പരിശോധിച്ചത് ഒരുപക്ഷെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തുന്നതിനപ്പുറത്തേക്കുള്ള കൺവിൻസിംഗ് ആയ പോയിന്റുകൾ പോലീസ് തൻ്റെ അന്വേഷണങ്ങളിൽ നിന്ന്, അതായത് പൾസർ സുനിയും ദിലീപും 5 കണ്ടുമുട്ടി എന്നതടക്കമുള്ള 19 ശാസ്ത്രീയ തെളിവുകൾ ഇവിടെയും പരിശോധിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നത്. അതൊരു സ്വാഭാവിക നടപടിക്രമമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ യുക്തി നിരത്താൻ ബാധ്യത കൂടിയുണ്ട്. അല്ല, അതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ അങ്കമാലി കോടതിയിലെ ജഡ്ജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഹൈക്കോടതി ജഡ്ജി വാൺ ചെയ്തതെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുക. ഒപ്പം അതെന്താ അല്ല, അയാളെ പറ്റി പറഞ്ഞില്ലേ, ഭയങ്കര മോശമായ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് പുറത്തു വിട്ടാൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞ ഒരു കമന്റിനെ ഹൈക്കോടതി ജഡ്ജി വാൺ ചെയ്തു മെനങ്ങാന്ന്. അത് വച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പോലീസ് കൊടുത്ത രേഖകളാണല്ലോ ഇപ്പോൾ ജഡ്ജിയുടെ മുന്നിലുള്ളത്. അത് കഴിഞ്ഞ് അന്വേഷണം തുടരട്ടെ, കേസ് കോടതിയിൽ വരട്ടെ, അപ്പോഴറിയാം നമ്മൾ പറയുന്ന ന്യായം അല്ലെങ്കിൽ സ്റ്റാൻഡ് എവിടെ നിൽക്കുമെന്ന് അപ്പോൾ അറിയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ ദിലീപിനെ, അയാളൊരു കുറ്റവാളിയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും മോശപ്പെട്ട ഏറ്റവും അങ്ങേയറ്റത്തുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഇപ്പോഴും ഉണ്ട്, ദിലീപിലേക്ക് എത്താൻ പറ്റാത്ത ഒരുപാട് കണ്ണികൾ ഇണങ്ങാതെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും. ശ്രീ മമ്മി സെഞ്ചുറി, അതായത് ഇതുവരെ നാം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, ഇത്യാദി വാദങ്ങൾ നിരത്തിയിരുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന സൂചന താങ്കൾക്കുണ്ടോ? അതോ ശാന്തിവിള ദിനേശൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലെ ലിങ്കുകൾ എത്തിയിട്ടില്ല, ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അതിൻ്റെ ഭാഗമായുള്ള തുടർച്ചയാണ് ഇന്നത്തെ ജാമ്യം നിഷേധിക്കലും, അങ്കമാലി കോടതിയിലെ ജഡ്ജിൻ്റെ ചില പരാമർശങ്ങളെ എതിർത്തു ഹൈക്കോടതിയുടെ ജഡ്ജി എന്നാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞത്. അതടക്കമുള്ള കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ദിലീപിന് ഇന്നും ജാമ്യം നിഷേധിച്ചതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അജിംഷാദെ, അത് ഇപ്പോൾ ശാന്തിവിള പറഞ്ഞതുപോലെ പറയാൻ എനിക്ക് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ നിയമം അനുസരിച്ച് പോലീസ് കേസെടുക്കും, പോലീസിന് തെളിവ് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യും, അതാണ് ഇവിടുത്തെ നിയമം. അതിനുശേഷം റിമാൻഡ് ചെയ്യും, തെളിവെടുപ്പ് നടത്തും, അതിനുശേഷം ജാമ്യം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇനി ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിൽ ജാമ്യം കൊടുക്കില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. ഒരാൾക്ക് വേണ്ടി അത് മാറ്റാൻ പറ്റില്ല. ഇവിടുത്തെ പോലീസും ഗവൺമെൻറ്റും വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നതും ഈ കേസിൽ മുന്നോട്ട് പോകുന്നതും എന്നാണ് ഇവിടുത്തെ എല്ലാവരുടെയും അഭിപ്രായം. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഈ കേസിന് ജാമ്യം കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെ ഇപ്പോൾ ദിനേശ് തന്നെ പറഞ്ഞു, ഏതൊരു നേതാവിനെ സൂചിപ്പിച്ചുകൊണ്ട് 90 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർക്കോ സെലിബ്രിറ്റികൾക്കോ നടനോ നടിക്കോ ഒന്നും ഇതിൽ വ്യത്യാസമില്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച്, ഇതിൻ്റെ കേസിൻ്റെ വകുപ്പ് അനുസരിച്ച് ഇതിന് ജാമ്യം കിട്ടലും കിട്ടാതിരിക്കലും ഒക്കെ അതാണ് മമ്മി സെഞ്ചുറി. അതാണ് മമ്മി സെഞ്ചുറി. ശ്രീ മമ്മി സെഞ്ചുറി, അതാണ് അതായത് ആ നിയമത്തിന്റെയും നീതിയുടെയും പൗരബോധത്തിന്റെയും ആ നിഷ്കളങ്കത എല്ലാ അർത്ഥത്തിലും പുലർത്തണമെങ്കിൽ ദിലീപിനെതിരെ അന്തിമ വിധി വരണ്ടേ? അതുവരെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമല്ലേ? ഇങ്ങനെ ഒരു സെലിബ്രിറ്റിയായി 10 ആൾ അറിയുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ പിന്തുടരുമ്പോൾ അതുണ്ടാക്കാവുന്ന ഹാനി ചെറുതല്ല എന്ന ശാന്തിവിള ദിനേശൻ അടക്കമുള്ളവരുടെ ആശങ്കയ്ക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തി ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇല്ലില്ല, ഞാൻ പറയാം. ഇവിടെ സെലിബ്രിറ്റി ആണോ നേതാവാണോ MLA ആണോ, MLA ഇപ്പൊ ഒരാൾ ജയിലിലുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ അതൊന്ന് മലയാളി എന്ന് പറയുന്നത് ശാന്തിവിള ദിനേശ് ഒരു കാര്യം മനസ്സിലാക്കണം. മലയാളി എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു വിവരം അല്ലെങ്കിൽ അവർക്കുള്ളൊരു അറിവ് അത് വലുത് തന്നെയാണ്. നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ബാലറ്റിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന രാജ്യമാണ് നമ്മുടെ. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നേടിയിട്ടുള്ളവരാണ് മലയാളികൾ. ഒരു കാരണവശാലും സെലിബ്രിറ്റി ആണെങ്കിലും നേതാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും കേസിൽ പെട്ടോ അതിൽ കുറ്റക്കാരനാണെന്ന് പോലീസിന് തോന്നിയോ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം ഇവിടെ ഉണ്ട്. ഇപ്പോൾ അതിനൊരു പിൻബലമായിട്ട് നല്ലൊരു സർക്കാരും കൂടെയുണ്ട്.
അതാണ് ഈ ഇപ്പോഴുള്ള ഒരു ഗുണം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നു അജീഷ്, ഞാൻ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ദിലീപിലോ ഒരു സൂപ്പർ സ്റ്റാറിലോ നിൽക്കുന്നതല്ല സിനിമ, ഒരാളിലല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ വരുമാന മാർഗവും ജീവിത മാർഗവുമാണ് സിനിമ. ഈ സിനിമയെ മൊത്തം ഒരാളുടെ പേരിൽ തരം താഴ്ത്തുന്ന നിലപാട് ആദ്യം എല്ലാവരും മാറ്റണം. ഇതൊരു ബിസിനസ് മാത്രമല്ല, ഒരുപാട് പേരുടെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് സിനിമാക്കാരെ അടച്ചു പറയരുത്. നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, പോലീസ് വളരെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു, ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇതിലൊന്നും ഒരു പാളിച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും ഇതിൽ പാളിച്ചയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് നാം ഒരുപാട് നാളായി ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഒരു നടി ആക്രമിക്കപ്പെട്ടത് എന്നത് മാത്രമല്ല, ഒരു ഇര ആയ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന ആത്യന്തികമായ ചിന്തയാണ് അതിലുള്ളത്. അവിടെ എവിടെയെങ്കിലും ദിലീപിനോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ദിലീപിനോടുള്ള മുൻവിധി വന്നിട്ടുണ്ടോ? ഇന്ന് അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത് സാധൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണോ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഈ വിധി, ഇന്നത്തെ വിധിന്യായം, അതായത് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ളത്? അജിംഷാദെ, ഇതിനെ സംബന്ധിച്ച് ഞാൻ പരിശോധിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു തടവുകാരനാക്കപ്പെട്ടിരിക്കുന്ന ആൾ, അല്ലെ കുറ്റാരോപിതനായിരിക്കുന്ന ആൾ, താങ്കളുടെ ഭാഷയിൽ ജയിലിലേക്ക് പോയിരിക്കുന്നയാൾ, അയാൾ ജാമ്യത്തിന് പോകാറുണ്ട്. ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കോടതിയാണ്, അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്തൊരു പുതിയ ചർച്ച ചെയ്യേണ്ട കാര്യമേ സത്യത്തിലില്ല. ഇവിടെ വന്നിരിക്കുന്ന സവിശേഷമായി ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത്, ഇതേ സംബന്ധിച്ച് അദ്ദേഹം ജയിലിൽ പോയതിന് ശേഷം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ വലിയൊരു PR ഏജൻസി വർക്ക് സോഷ്യൽ മാധ്യമങ്ങളിൽ നടന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു. ദിലീപിന് അനുകൂലമായ ഒരു വലിയ വർക്ക് നടന്നു. ഒപ്പം തന്നെ സിനിമാ മണ്ഡലത്തിൽ ദിലീപിന് അനുകൂലമായി സംസാരിച്ചുകൊണ്ടിരുന്നവർക്ക് വലിയ ക്ഷാത്രവീര്യം ഉണ്ടാവുകയും ചെയ്തു, വൻതോതിൽ. ഇപ്പം ഞങ്ങൾ ജയിച്ചു കളയും, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നാൽ ഇതിന് ജാമ്യം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്നാൽ തീരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ അത് ചോദ്യം ചെയ്യാനും ജാമ്യം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും. എന്തെങ്കിലും നിലവാരത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് തുടരണം. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ ജാമ്യം കൊടുക്കാൻ അവകാശവുമില്ല. ഇവിടെ ഇപ്പം ജാമ്യം കൊടുക്കാൻ അവകാശമുള്ളൊരു കോടതിയിലേക്ക് ഇത് എത്തിയല്ലോ. എത്തിയപ്പോഴെന്താ സംഭവിച്ചത്? പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രൈമാ ഫേസിയിൽ 11 പേജുള്ള അദ്ദേഹത്തിൻ്റെ വിധി പകർപ്പിൽ അത് എഴുതിയിട്ടുണ്ട്. 12 പേജിൽ. അങ്ങനെ വരുമ്പം ആ 12 പേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? ഓരോ കാര്യങ്ങളും കണ്ണിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇരുഭാഗവും പറഞ്ഞത് കേട്ട് പരിശോധിച്ച് ഇന്നത്തെ അവസ്ഥയിൽ എന്നേ പറയാനാവും. വിചാരണയുടെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറാം. ഒരു വിചാരണയിലേക്ക് പോകാനിരിക്കുന്ന കേസാണ്. അത് ഒന്നൊന്നായി ഖണ്ഡിച്ചുകൊണ്ട് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ പ്രാഥമികമായി ഈ കുറ്റാരോപിതൻ കുറ്റക്കാരനായി തീരാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് ആ സാധ്യത വർദ്ധിക്കുന്നു. ഇതാണ് പ്രശ്നം. അതാണ് അങ്ങനെ വരുമ്പോൾ ഇതുവരെ PR ഏജൻസി നടത്തിയ ആളുകളുണ്ടല്ലോ, ഒരു MLA അടക്കം അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വിളിക്കാമെങ്കിൽ ഇനി എന്തു പറഞ്ഞാലും ലൈൻ ലൈറ്റിൽ കയറി നിൽക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് വരും. വിടുവായത്തം എന്നതിന് പറയുക. അങ്ങനെ കയറി നിൽക്കും. ഇത് UDF ഗവൺമെന്റ് എന്നാ പുള്ളി വിചാരിച്ചത്, ഇത് വേറെയാ ഗവൺമെന്റ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് മൊഴി കൊടുക്കേണ്ടി വരും. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ 1000 MLA ചെയ്തുള്ളൂ, MLA കൂടുതലുണ്ടല്ലോ. ഞാൻ പറയുന്നത് അങ്ങനെ അതിര് കവിഞ്ഞ് വാചകങ്ങൾ അടിക്കുന്ന ആളുകൾക്ക് കൂടി അവരും കൂടി പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. തെളിവുണ്ടെന്നല്ലേ പറഞ്ഞത് അദ്ദേഹം? ഗൂഢാലോചന ഇയാളല്ല ചെയ്യുന്നതിന് തെളിവുണ്ട്. തെളിവ് ഇപ്പൊ കൊടുക്കട്ടെ. അതിന് അദ്ദേഹം ആ ജയിലിലെ കത്തും അതുമായി ബന്ധപ്പെട്ട സീലും ജയിൽ സൂപ്രണ്ടിന്റെ കാര്യവും ഒക്കെ യുക്തിഭദ്രമായിരുന്നു. ഈ ഗൂഢാലോചന ചെയ്ത ഇദ്ദേഹമല്ല അതിന് തെളിവുണ്ടത്. ഇതാണ് അദ്ദേഹത്തിന് വാദം. അതാണ് ഇപ്പൊ പറയാമല്ലോ തെളിവുണ്ടെങ്കിൽ. എവിടെ തെളിവ്? ശ്രീ ജോർജ് നമ്മുടെ അതിഥിയായി ഉണ്ട്, അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം ലൈനിൽ ഉണ്ടെങ്കിൽ. തീർച്ചയായും പല്ലിശ്ശേരി, താങ്കളിലേക്ക് ഈ നിയമപ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് പ്രിജി കൊല്ലം കൂടി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ നിയമപ്രശ്നങ്ങൾ പരിഗണിക്കുന്ന വേളയിലാണ് താങ്കളിലേക്ക് എത്താനൊന്ന് വൈകിയത്.
ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഈ വിഷയങ്ങളൊക്കെ സിനിമയ്ക്കുള്ളിൽ അറിഞ്ഞിരുന്ന വിഷയങ്ങളെയൊക്കെ കൃത്യമായി പുറത്തെത്തിക്കാൻ ആദ്യം ചില നിദാനങ്ങൾ ഇട്ടത് താങ്കളാണ്. ആ ഘട്ടത്തിലൊക്കെ അതിനൊരു പൈങ്കിളി സ്വഭാവമുണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതല്ല, അതിൽ ചില കഴമ്പുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് പിന്നീട് വന്ന ചില കാര്യങ്ങൾ. അതിനെയൊക്കെ സാധൂകരിക്കുന്നതാണ് ഇന്നത്തെ കോടതിയുടെ നടപടിയും എന്ന് ആരെങ്കിലും വിലയിരുത്തിയാൽ തെറ്റുണ്ടോ? ഏകദേശം ഈ പാനലിൽ അങ്ങനെ ഒരു അഭിപ്രായം രൂപം കൊണ്ടു. ഞാനത് പറയുന്നതിന് മുമ്പ് ആദ്യമായി ഒരിക്കൽ കൂടി കേരള മുഖ്യമന്ത്രിയെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഹൈക്കോടതി ജഡ്ജിയെയും അഭിനന്ദിച്ചുകൊണ്ടുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹൈക്കോടതി വിധി ഇന്ന് അതിനേക്കാൾ മുൻപ് ഇവിടെ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പൊൻകുന്നത്ത് ജഡ്ജി അമ്മാവിൻ്റെ അടുത്ത് ദിലീപിൻ്റെ അനുജൻ പോയിരുന്നു, അനുജനും സംഘങ്ങളും പോയിരുന്നു. അതായത് ഈ കേസിൽ നിന്ന് വെറുതെ വിടുന്നതിന് വേണ്ടിയാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് പത്രപ്രവർത്തനം കിട്ടിയ അറിവാണത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് ശരിയാണെങ്കിൽ മാത്രമാണ് ജാമ്യം കിട്ടുക, ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടുകയില്ല എന്ന് അവിടെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് നടന്ന സംഭവം ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി പൂജകൾ ചെയ്തു, എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോമം നടത്തി. അപ്പം അതിനൊന്നും ഇദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 5 മാസം മുമ്പ് എഴുതിയെടുത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായ അടിസ്ഥാനത്തിലാണ് അന്ന് എഴുതാൻ കാരണം. അന്ന് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പൈങ്കിളി സ്വഭാവം മാത്രമല്ല, വളരെ മോശമായിട്ട് വ്യക്തിഗത ഏതെല്ലാം രീതിയിൽ നടത്താമോ അതെല്ലാം നടത്തി. മാത്രമല്ല അയാൾ ഞാനൊരു മഞ്ഞ പത്രക്കാരനാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ്. ഞാൻ ചിരിച്ചു തള്ളി. കാരണം ഒരു മഞ്ഞ പത്രക്കാരനാണ് എഴുതിയതെങ്കിൽ ഈ കേസ് ഇവിടെ വരെ എത്തിയിരിക്കുന്ന ആലോചിക്കണം. 15-16 ദിവസമായി ജയിലിൽ കിടക്കുകയാണെന്ന് ആലോചിക്കണം ഇദ്ദേഹം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പ്രതി ആരോപിതനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരാളെ കൊന്നതിന് ശേഷം അയാള് കോടതിയിലെത്തി ജഡ്ജി അയാളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മിടുക്കനായ വക്കീലിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടാൽ അയാൾ കുറ്റവാളിയല്ലല്ലോ. അപ്പൊ ഞാൻ നേരിൽ കണ്ട കുറ്റവാളിയല്ല. നമ്മള് സംസാരിക്കും പലരും പല രീതിയിലേക്കാണ് വന്നത്. പക്ഷെ അത് നിയമത്തെ വെല്ലുവിളിക്കുന്നതാണ്. അത് നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ്. അതായത് ഒരു കാര്യം, അതായത് നമ്മൾ ശരിയാണ്, താങ്കൾ പറഞ്ഞൊരു യുക്തി ഒരു പക്ഷേ സാധാരണഗതിയിൽ ഒരു പക്ഷേ ശരിവെക്കാം. പക്ഷേ അങ്ങനെ നിയമം വിശാലമാകുന്നത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന അവബോധത്തിലാണ്. അതായത് ദിലീപിന്റെ പക്കൽ നിരപരാധിത്വമുണ്ട് എന്ന് ഇപ്പോഴും അഡ്വക്കേറ്റ് രാംകുമാർ വഴി വാദിക്കുന്ന ആ വാദത്തിൽ ഒരു കഴമ്പും കാണാതിരിക്കരുത്. ദിലീപ് എന്ന വ്യക്തിയോടുള്ള ചില വിയോജിപ്പുകളും അദ്ദേഹത്തിൻ്റെ മറ്റ് ചെയ്തികളോടുള്ള വിയോജിപ്പും കൊണ്ട് ശരിയായിരിക്കാം. താങ്കൾ പറഞ്ഞത് ദിലീപ് എന്ന നടൻ എന്നതിനപ്പുറത്തേക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി കോക്കസുകൾ രൂപീകരിക്കാൻ ശ്രമിച്ചു. അതൊക്കെ ശരിയായിരിക്കാം, അതൊക്കെ തിന്മയുടെ പക്ഷത്ത് തന്നെ ആഡ് ചെയ്യാവുന്നതുമാകാം. പക്ഷേ അതൊരിക്കലും ഈ സംഭവം, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ദിലീപ് അത് ചെയ്തു കാണും എന്നൊരു കാഴ്ചക്കാരൻ കണ്ടതുപോലെ, ഒരു സാക്ഷി കണ്ടതുപോലെ പറയുന്നതിലെ യുക്തി ഒന്ന് വിശദീകരിക്കണം ശ്രീ പല്ലിശ്ശേരി. ഒരു കാഴ്ചക്കാരൻ കണ്ടതുപോലെയല്ല ഈ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യപ്പെടുത്ത അടിസ്ഥാനത്തിൽ പോലീസ് പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ ഒരു കാര്യം എടുക്കുക, ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ വെച്ചിട്ടുണ്ട്. ഈ ദിലീപിന്റെ കൂട്ടാളി, കാരണം നമ്മൾ അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ദിലീപിന് എത്ര ഫോൺ ഉണ്ടെന്ന്, ഈ ഫോണെല്ലാം ഒരാളുടെ കയ്യിലായിരിക്കും, അപ്പുണ്ണിയുടെ കയ്യിലാണ്. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, അപ്പുണ്ണിയാണ് കൊടുക്കുക, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അപ്പുണ്ണി നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അപ്പുണ്ണി എവിടെയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ഒന്നുകിൽ പോലീസ് കസ്റ്റഡി, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഇത്രയും തെളിവുകളെല്ലാം അപ്പുണ്ണിയുടെ കൈവശമുണ്ടെങ്കിൽ അപ്പുണ്ണിയെ ആരെങ്കിലും, അതായത് ഈ കുറ്റാരോപിതരായി നിൽക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാരണം എനിക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്കും അറിയാനുള്ള അവകാശമുണ്ട്. കുറ്റപ്പെടുത്തലല്ല, അറിയാനുള്ള അവകാശമുണ്ട്. അപ്പുണ്ണി എവിടെ?
അതുപോലെ നാദിർഷ ഇവിടെ തീർച്ചയായും ദിവസങ്ങൾക്ക് അത് മുമ്പ് അത് നാദിർഷയെയും യുക്തിയാണ്. അപ്പുണ്ണി ഒളിവിൽ പോയത് സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ മാത്രം നിബന്ധനയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം ചെയ്തിയാണ് എന്ന് ന്യായീകരിക്കാനാവില്ല. സോളാർ കേസിൽ പണ്ടൊരു മഹാനും ഇതുപോലെയായിരുന്നു. പലർക്കും ഫോൺ വിളിച്ചു എന്നതിന്റെ പേരിൽ താൻ ഒഴിയുന്നു എന്ന വാദം നിരത്തി. ശരിയാണ്, ദിലീപിന് അതിനകത്തേക്ക് ചില ഉത്തരങ്ങൾ പറയേണ്ടി വരും. തീർച്ചയായും പ്രജി കൊല്ലം, താങ്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. തീർച്ചയായും അഡ്വക്കേറ്റ് പ്രജി കൊല്ലത്തിലേക്ക്. പ്രജി, അതായത് ഈ പോലീസ് നിരത്തുന്ന വാദങ്ങൾ ഒരുപക്ഷെ സ്വാഭാവികമാണ്, അത് പോലീസിൻ്റെ ചില നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. വേണമെങ്കിൽ ഒരു കേസിൽ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റവാളിയാക്കാം, അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് പൂർണ്ണമായി നിഗമിക്കുന്നത് വരെ ചില രീതിയിൽ ദ്രോഹിക്കാനാകും. ഇത്തരം വാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ശാന്തിവിള ദിനേശൻ അടക്കമുള്ളവർ മുമ്പോട്ട് വെച്ചത്. പക്ഷേ അത് നിൽക്കുമോ? രണ്ടാമത്തെ ഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ തള്ളുകയാണ്. പൾസറിൻ്റെ അമ്മയുടെ രഹസ്യമൊഴിയുണ്ട്. അതായത് 1000 രൂപയുടെ 96 നോട്ടുകൾ, 500 രൂപയുടെ 8 നോട്ടുകൾ അടക്കം ആണ് അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെട്ടത്. ഇതേ കാലയളവിൽ തന്നെയാണ് പൾസർ സുനി 10,000 രൂപ അഡ്വാൻസ് വാങ്ങി എന്ന് പറയുന്നതും. അത് ഏകദേശം 1 വർഷം മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആസൂത്രണം നടന്നിരിക്കുന്നത്, ഗൂഢാലോചന നടന്നിരിക്കുന്നത് 2013 എന്ന വാദങ്ങളടക്കം. മിസ്റ്റർ പ്രജി, ഗൂഢാലോചന എന്നത് ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയറായി തെളിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസിൻ്റെ ഈ എഫർട്ട് അത് ബോധ്യമായിരിക്കുന്നു കോടതിക്ക്. അങ്ങനെ പറയാമോ? കേസിനകത്ത് ബെയിൽ ആപ്ലിക്കേഷൻ, ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷൻ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. ക്രിമിനൽ നടപടി നിയമത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന എന്നെയും സാറിനെയൊക്കെ പോലുള്ള ആളിന് ഒരു 376, ഇത്രയും വളരെ ഭീതിതമായിട്ടുള്ളൊരു 376 കേസിനകത്തെ ആദ്യ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളി എന്നായിരിക്കും. ഞാനിപ്പോൾ അജയകുമാർ സാറും ഈ പറഞ്ഞ ഇദ്ദേഹം ചർച്ച ചെയ്തതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ദിലീപിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ, ഞാനിത് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോ പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിനകത്തുള്ള സത്യസന്ധതയോ അവരുടെ കഴിവിനെയോ ഒന്നും ചെറുതാക്കി പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ തരത്തിലുള്ളൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഈ തരത്തിലുള്ളൊരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, ഇന്ന് ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കൊണ്ട് ഏറ്റവും അവസാനം ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി ആ ബെയിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന പാരഗ്രാഫ്, മൊത്തമുള്ളത് 18 പാരഗ്രാഫുകളാണ്. അതിൽ 18ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് ഇത് തള്ളുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്, ഹാവിങ് കൺസിഡേർഡ് ദ എബവ് ഫാക്ട്സ്, ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ടു ഏർലി at this stage to grant bail to the petitioner. Accordingly, the bail application fails and dismissed. ഇത് വായിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അജിംഷാദിന് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യേണ്ട സമയമായിട്ടില്ല എന്നുള്ളതാണ് ആ ജഡ്ജ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് തൊട്ട് മുകളിലേക്ക് പരിശോധിക്കുമ്പോൾ 16, 17, 18 പാരഗ്രാഫുകളിലാണ് കോടതിയുടെ ഒബ്സർവേഷൻസ് ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ലഭിച്ച ജഡ്ജ്മെൻറ്റ് ശരിയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 16ാമത്തെ പാരഗ്രാഫിൽ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നത്, ദ അബവ് ഫാക്ട്സ്, അവിടെ തൊട്ടാണ് ഈ അനാലിസിസ് വരുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഷോ ദാറ്റ് പ്രിമ ഫേസി there are materials to suspect, അങ്ങനെയാണ് പറഞ്ഞത്, materials to suspect the involvement of the petitioner in the crime. Prima facie കുറച്ച് മെറ്റീരിയൽസ് സംശയിക്കത്തക്കതായി ഉണ്ട് എന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞുള്ളൂ. പിന്നീട് താഴോട്ടുള്ള ഒബ്സർവേഷൻസിൽ ഹൈക്കോടതി പറഞ്ഞത് എന്താ, ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്ത 3-4 പോയിന്റുകൾ ഈ കേസിനകത്ത് ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച്. ഒന്ന്, ഇതിനകത്ത് ഏറ്റവും പ്രൈം അക്യൂസ്ഡ് ആണ് എന്ന് പ്രോസിക്യൂഷൻ സംശയിക്കുന്ന അപ്പുണ്ണി എവിടെയാണെന്ന് അറിയാൻ പാടില്ല, ഹി ഈസ് അബ്സ്കോണ്ടിങ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായി വിയോജിക്കുകയാണ്, മമ്മി സെഞ്ചുറി പറഞ്ഞതിനോട്. കാരണം അദ്ദേഹത്തിനെ അപായപ്പെടുത്തിയെന്ന് നിയമ സംവിധാനത്തിൽ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹി ഫയൽഡ് ആൻ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അപ്പുണ്ണി ഈസ് മിസ്സിംഗ്. അതായിരുന്നു പ്രോസിക്യൂഷൻ ഉയർത്തിയ ആദ്യത്തെ വാദം. രണ്ടാമത്തെ വാദം,
ഈ മെറ്റീരിയലായിട്ടുള്ള മെമ്മറി കാർഡ് ഇനിയും കണ്ടെടുക്കേണ്ടതായുണ്ട്, അതിന് അന്വേഷണം വേണം. 3, ഇതിൽ ഉൾപ്പെട്ട ഒരു അഭിഭാഷകനെ ഇനിയും ഇഫക്റ്റീവ്ലി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അഭിഭാഷകൻ ഒരുപക്ഷെ ഈ മെമ്മറി കാർഡിന്റെ കാരിയറായി പ്രവർത്തിച്ചോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തെങ്കിലും ഇനിയും ഇഫക്റ്റീവായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പിന്നീട് പറയുന്നത് വളരെ 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 പ്രാധാന്യമുള്ള ഒരു പാരഗ്രാഫ് ബഹുമാന്യപ്പെട്ട ഹൈക്കോടതി ഇതിനകത്ത് പറഞ്ഞു. അത് പാരഗ്രാഫ് നമ്പർ 18 ആണ്. അത് മെമ്മറി കാർഡിനെ സംബന്ധിച്ച. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ ദിലീപിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 17ാമത്തെ പാരഗ്രാഫിലാണ്. ഈ 17ാമത്തെ പാരഗ്രാഫിൽ പ്രധാനമായി പറഞ്ഞത് ഇദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ആക്ടർ എന്നുള്ളത് മാത്രമല്ല, ഒരു ഡിസ്ട്രിബ്യൂട്ടറും അതോടൊപ്പം തന്നെ നിർമ്മാതാവുമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളൊക്കെ തന്നെയും സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകളായതുകൊണ്ട് അവരെയൊക്കെ ദിലീപ് സ്വാധീനിക്കുമോ എന്നുള്ള സംശയം അവിടെയും കോടതി അങ്ങനെയാ പറഞ്ഞത്. അല്ല, സ്വാധീനിക്കും എന്ന് പറഞ്ഞില്ല, സംശയം എന്നല്ല പറഞ്ഞ. അങ്ങനെ സംശയം ഉള്ളത് കൊണ്ട് ഈ സ്റ്റേജിൽ, ഈ ഏർലിയർ സ്റ്റേജിൽ ജാമ്യം കൊടുക്കുന്നതിന് കോടതിക്ക് കഴിയുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതിന്റെ ബഡ്ഡിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസരത്തിൽ ഇപ്പൊ തന്നെ ചാടിക്കേറി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം ഈ പറയുന്ന നടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇപ്പോ ഹൈക്കോടതി ഇങ്ങനെ ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസിന് തീർച്ചയായും പ്രോസിക്യൂഷൻ അവസരം കൊടുക്കണം. കാരണം ഇത്രയും ബ്രൂട്ടലായ ഭീതിതമായ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരേണ്ടത് പ്രോസിക്യൂഷൻ അതിന് അവസരം കൊടുക്കേണ്ടതിന് അല്ല. ശ്രീ പ്രജി വക്കീൽ, പ്രഥമ ദൃഷ്ടിയ ഈ കാണുന്ന ഇപ്പോൾ പോലീസ് നിരത്തപ്പെട്ട അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾ സംശയിക്കാവുന്നതാണ് എന്ന് കോടതി പറഞ്ഞല്ലോ. ഈ ഘട്ടത്തിൽ കോടതിക്കും അതല്ലേ പറയാം? ഈ ഘട്ടത്തിൽ കോടതിക്കും അതല്ലേ പറയാനാവും? അല്ല, ഇത് ഒട്ടും നിലനിൽക്കുന്നതല്ല, അടിസ്ഥാനരഹിതമാണ് ഒരു വ്യക്തി. അതുകൊണ്ട് ഇപ്പൊ അജിംഷാദ് പറഞ്ഞ ആ പോയിന്റിൽ ഹൈക്കോടതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പ്രയോഗിച്ചു. 17ാമത്തെ പാരഗ്രാഫ് അല്ല, 18ാമത്തെ ഇതിൽ ദ ക്രൂഷ്യൽ മെറ്റീരിയൽ ഒബ്ജക്ട്സ് വിച്ച് ഈസ് ദ മൊബൈൽ ഫോൺ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദി സെക്ഷൽ അസാൾട്ട് ആൻഡ് മെമ്മറി കാർഡ് ഇൻ വിച്ച് ദ വീഡിയോഗ്രാഫ്ഡ് materials are stored have not been recovered. അതെ, അപ്പോൾ have not been recovered എന്ന് പറയുമ്പോൾ അത് കണ്ടെടുക്കാനായിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ പ്രതിക്ക് ഈ മൊബൈൽ ഫോണും മെമ്മറി കാർഡുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന ആശങ്ക പ്രോസിക്യൂഷൻ വെച്ചത് ശരിവെക്കുന്നു എന്നല്ല. അങ്ങനെ ഒരു ആശങ്ക പ്രോസിക്യൂഷൻ വെക്കുമ്പോൾ ഒരു കോടതിക്കും പറയാൻ കഴിയില്ല ഇയാളുടെ കയ്യിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളത് ഒരു കോടതിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് 17ാമത്തെ പാരഗ്രാഫിന്റെ അവസാനം പറഞ്ഞു, ഇതുമായി ചേർന്ന് വരുന്നത്. അതെന്താ? കോർട്സ് ഹാവ് ടു ബി സർക്കംസ്പെക്ട് ഇൻ ഗ്രാൻഡിംഗ് ബെയിൽ ഇൻ സച്ച് കേസസ്. എന്താ സർക്കംസ്പെക്ട്? ഈ തരത്തിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിസ്ക് എടുത്ത് ബെയിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്നല്ലേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ തരത്തിൽ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള റിസ്ക്, ആ തരത്തിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഘട്ടത്തിൽ എടുക്കാൻ പറ്റത്തില്ല എന്നല്ലേ ആ വാക്ക് അർത്ഥമാക്കുന്നത്. മാറിയിട്ടില്ല എന്നത് അവിടെ ഒരു മറ്റൊരു നെഗറ്റീവ് ഉണ്ട്. അതായത് അപ്പുണ്ണി അടക്കമുള്ളവർ വന്നിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. ആ സാഹചര്യത്തിൽ കോടതിക്ക് തുടരേണ്ടി വരും എന്നാണ് താങ്കൾ? അതെ, തീർച്ചയായും. 1978 ഗുരുബച്ചൻ സിംഗ് എന്ന് പറയുന്ന കേസിലാണ് സുപ്രീം കോടതി ഒരു ബെയിൽ ആപ്ലിക്കേഷൻ സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഗൈഡ് ലൈൻ ലേ ഡൗൺ ചെയ്യുന്നത്. അതിൽ പറയുന്നത് 4 കാര്യങ്ങളാണ്, പ്രധാനമായും 4 കാര്യങ്ങളാണ്. 1, ഈ പ്രതി മറ്റ് സാക്ഷികളെയും വിക്ടിമിനെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? 2, ഈ പ്രതി ഈ സമയത്ത് ജാമ്യത്തിൽ വിട്ടാൽ അന്വേഷണത്തിലെ എവിഡൻസ് നശിപ്പിക്കപ്പെടുമോ? അടുത്തത്, ഈ പ്രതിയെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടാൽ അയാൾ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ തേടുമോ? 4, അത് ഈ സമയത്ത് ബെയിൽ ഗ്രാൻഡ് ചെയ്താൽ അന്വേഷണത്തെ ഏത് വിധത്തിൽ അത് ബാധിക്കും എന്നീ 4
78 തന്നെ വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, ഹൈക്കോടതികൾക്കും സെഷൻസ് കോടതികൾക്കും അൺഫെറ്റേഡ് റൈറ്റ് ഉണ്ട് ടു ഗ്രാൻഡ് ബെയിൽ, ബട്ട് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ജുഡീഷ്യസ്ലി. ഇവിടെ ഞാൻ പറഞ്ഞു മനോഹരമായ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം കോടതിയുടെ മൈൻഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 17ാമത്തെ പാരഗ്രാഫിലാണ്. ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് യുണീക്ക്, ദ കേസ് ഈസ് യുണീക്ക് കൺസിഡറിംഗ് ദ സീരിയസ്നെസ്, meticulous planning, cruel nature of execution, and being a crime executed to wreak vengeance on a woman by engaging criminals to sexually abuse her. Courts have to be circumspect in granting bail in such cases. ഇതാണ് കോടതിയുടെ മൈൻഡ്. കോടതി അതിന്റെ റെസ്പോൺസ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിന് നിയമപരമായതുകൊണ്ട് താങ്കൾ, അതായത് പ്രഥമ ദൃഷ്ടിയാൽ ഈ കാര്യങ്ങളൊക്കെ സംശയിക്കപ്പെടാം. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ എന്റെ സംശയം നിയമപരിജ്ഞാനമുള്ളവരോടുള്ള സംശയമാണ്, പ്രേക്ഷകരും തോന്നാവുന്നത്. അതായത് ഓരോ സംഭവവികാസങ്ങൾ, അതായത് പ്രഥമ ദൃഷ്ടിയ ഈ ഇപ്പോൾ നിരത്തപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിലേക്ക് സംശയം നീളുന്നതാണ് എന്ന് മാത്രമേ കോടതി നിരീക്ഷിച്ചുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CD-യിലുള്ള തെളിവുകൾ അനലൈസ് ചെയ്താൽ പ്രതി കുറ്റം ചെയ്തതായി സംശയിക്കാൻ സാഹചര്യമുണ്ടോ, അത് മാത്രമേ ഈ ഘട്ടത്തിൽ കോടതി നോക്കൂ. അല്ലാതെ ബാക്കി തെളിവിന്റെ വിശ്വസനീയത കുറിച്ച് പോകുന്ന ഘട്ടം ഇതല്ല. ഒരു കേസ് എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന് സമാനമാണ്. അവിടെ യുദ്ധത്തിൽ നമ്മൾ ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടത്തും. ബാറ്റിൽസ് വിൽ ബി ഫോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പല പല ബാറ്റിൽസ് നടത്തും. ചില ബാറ്റിൽസിൽ പ്രോസിക്യൂഷൻ ജയിക്കും, ചിലതിൽ പ്രതി ജയിക്കും. പക്ഷേ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ട്രയൽ സൈഡിൽ എന്താണ്? ശ്രീ ശാന്തിവിള ദിനേശൻ പറഞ്ഞു ഒരു കേസിലൊരു പ്രതി, അത് നിങ്ങൾ ആലോചിക്കാനുള്ളത്, ഏത് സമയത്തും ഒരു കേസ് അട്ടിമറിക്കപ്പെടാം. വിചാരണ സമയത്ത് അട്ടിമറിക്കപ്പെടുന്നത് ആ സാക്ഷിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സാക്ഷികൾ കൂറുമാറാം. ആ കേസിൽ സംഭവിച്ചതാണ്. ആ പൂക്കടയിലെയും മറ്റു രണ്ടുപേരുടെയും സാക്ഷികൾ മൊത്തത്തിൽ കൂറുമാറി. ഈ കൂറുമാറിയാൽ കോടതിക്ക് അവരുടെ തെളിവ് ലിങ്ക് നഷ്ടപ്പെടും. അപ്പോൾ ചിലരെ വിടും. അതൊക്കെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഒരു പ്രതിയെ വിടാം. അയാളെ നമ്മൾ പിന്നെ കുറ്റവാളി എന്ന് വിളിക്കാറില്ല. അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയാണ്, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഈ സ്റ്റേജിൽ ഒരു തെളിവുമില്ലാതെ ഈ നടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് എനിക്കൊരു കാര്യം എനിക്ക് പറയാൻ എന്താ വെച്ചാല്, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കേസിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന ജഡ്ജിമെന്റിന്റെ അതിന്റെ ഒരു വെറാസിറ്റിയെ കുറിച്ചല്ല. അങ്ങനെ ചർച്ച ചെയ്യാനുള്ള അവകാശവും നമുക്കില്ല. ഞാൻ പറയുന്നത് അനാവശ്യമായൊരു കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത് പ്രജി വക്കീലാണ് അതിന് കാരണവും. എന്തിന് അദ്ദേഹം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റിനെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്തത് സാറാണ്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, അതേ പറയാനൊക്കെയുള്ളൂ. ഇവിടെ എന്താ സംഭവം? ഈ കേസിന്റെ വെറാസിറ്റിയെ കുറിച്ചോ അതിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചോ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ജാമ്യം ലഭിച്ചില്ല, അതാണ് ഇവിടുത്തെ ടാഞ്ചിബിൾ ആയിരിക്കുന്ന ഒരവസ്ഥ. ജാമ്യം കൊടുക്കാൻ കഴിയുന്ന കോടതി കൊടുത്തിട്ടില്ല. അതിനവർ അവരുടെ റീസൺസ് നടത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പറഞ്ഞതും എതിർഭാഗം പറഞ്ഞതും വെച്ചിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്ന അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ജാമ്യം കൊടുക്കാൻ കെൽപ്പുള്ള കോടതി കൊടുത്തില്ല. അത് വിചാരണ സമയത്ത് വരുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിവിടെ സംസാരിച്ച് സമയം കളയരുത്. ഇവിടെ എന്താണ്, ജാമ്യം കൊടുക്കാവുന്ന കോടതി കൊടുക്കാതിരിക്കുമ്പോൾ അതിനകത്തുള്ള ആ പ്രതിക്ക് പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന ആളുടെ വാദമുഖം ദുർബലമായിരിക്കുന്നു. അതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അത്രേ തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. വിചാരണയിൽ അത് വരണമെന്നില്ല. ഈ സാക്ഷികൾക്ക് മുഴുവൻ കൂറുമാറാമല്ലോ. അങ്ങനെ വരുമ്പം ആ ഭാഗം അനാവശ്യമായി ചർച്ച ചെയ്ത് സമയം കളയണ്ട എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ആ പ്രതിയുടെ വാദം ദുർബലമല്ല എന്ന് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണോ പ്രജി വക്കീൽ അത് ഉയർത്തിയത്? അല്ല, അങ്ങനല്ല. അതിനകത്ത് ഞാൻ ബാസുരേന്ദ്ര ബാബു സാറിനുള്ള ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം